നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഇപ്പൊ ഐഷ പൊറ്റിയുടെ ഒരു വിസ്മയം സംഭവിച്ചിരിക്കുകയാണ്. ആദ്യത്തെ വിസ്മയം സംഭവിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ NDAയിലെയും LDFിലെയും കൂടുതൽ അംഗങ്ങൾ, അത് വ്യക്തികളായോ കക്ഷികളായോ ഒക്കെ തീർച്ചയായിട്ടും UDFിലേക്ക് വരും നിയമസഭാ ഇലക്ഷന് മുൻപ് എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുന്നത്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ജോസ് കെ മാണിയുടെ മുന്നണി പ്രവേശം. എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും നമുക്കറിയാം, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഒപ്പം തന്നെ നേതാക്കളൊക്കെ തന്നെ കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് പറയുന്നതാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് UDFന്റെ അടിത്തറ വിപുലപ്പെടുത്തും. മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം പറയും UDFന്റെ അടിത്തറ, ജനകീയ അടിത്തറ ശക്തമാക്കേണ്ടതുണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉണ്ടാകും. പല പാർട്ടികളും LDFിലെ ആകട്ടെ NDAയിലെ ആകട്ടെ പല പാർട്ടികളും UDFിലേക്ക് എത്തും. ഒപ്പം തന്നെ പല നേതാക്കള്, ഇപ്പം നിലവിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ CPMന്റെ ഒപ്പം നിൽക്കുന്ന സഹയാത്രികരായിട്ടുള്ള ആൾക്കാര്, അത്തരത്തിലുള്ള ബഹുജന സംഘടനകളും മറ്റ് വിഭാഗങ്ങളും ഒക്കെ തന്നെ അവരൊക്കെ തന്നെയും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDFന് അനുകൂലമായിട്ട് മാറും. ഇതുവരെ LDF അല്ലെങ്കിൽ CPM ഭരിച്ചാൽ മാത്രമേ കേരളം വികസിക്കൂ, അല്ലെങ്കിൽ കേരളത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണൂ, ഒരു ബദല് ഇടതുപക്ഷമാണ് എന്ന് പറഞ്ഞിരുന്ന ഇടത് സഹയാത്രികർ ഉൾപ്പെടെ മാറി UDFനൊപ്പം ചേരുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്ന സതീശൻ കഴിഞ്ഞ ഒരു 2-3 മാസത്തെ ഒരു അദ്ദേഹത്തിന്റെ ഡെയിലിയുള്ള വാർത്താ സമ്മേളനം അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുമ്പോഴുള്ള പ്രതികരണം നോക്കി കഴിഞ്ഞാൽ എന്നും പറയുന്ന സംഭവമാണ്, വിസ്മയകരമായ മാറ്റങ്ങൾ ഉണ്ടാകും കേരള രാഷ്ട്രീയത്തിൽ എന്ന്. അതിന് തുടക്കം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു നീക്കമാണ് തലസ്ഥാനത്ത് ലോക് ഭവന് മുന്നിൽ ഉണ്ടായത്. അത് CPMനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ്. അതിനോടൊപ്പം തന്നെയാണ് നമുക്ക് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മുതൽ തന്നെ നമ്മൾ കേൾക്കുന്നതാണ് ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ മുന്നണി മാറ്റം എപ്പോഴുണ്ടാകും, അത് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ഇങ്ങനെ റൂമേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പൊടുന്നനെയാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് അത് വലിയ രീതിയിൽ സ്പ്രെഡ് ആയിക്കൊണ്ട് അല്ലെ, ഈ പറയുന്ന ചാനലുകൾ ഉൾപ്പെടെ ബ്രേക്കിംഗ്, രാവിലെ മുതലുള്ള വാർത്ത നോക്കിയാൽ ബ്രേക്കിംഗ് ആണ്. ഹാപ്പനിങ് ആഴ്ചയിലെ ബ്രേക്കിംഗ് വാർത്ത എന്ന് പറയുന്നത് ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റം സംബന്ധിച്ച ചർച്ച. അതിനെ കൂടുതൽ ചൂട് പിടിപ്പിച്ച 1-2 കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ഈ മാസം 9-ാം തീയതി നടന്ന LDFന്റെ യോഗത്തില് തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് യോഗമായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ വിശകലനം, ഒപ്പം തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണമെന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾക്കായിട്ടാണ് യോഗം ചേർന്നത്. അന്ന് ഈ പറയുന്ന LDFിൽ ആ യോഗത്തില് കേരള കോൺഗ്രസിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ജോസ് കെ മാണി പങ്കെടുത്തില്ല. ചില അസൗകര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. ഇപ്പം തന്നെ ഇന്നലെ LDFന്റെ ഒരു സമരമുണ്ടായിരുന്നു. അത് പാളയത്താണ്. കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു സമരമാണ്. അത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലാണ് സംഘടിപ്പിച്ചത്. സാധാരണ അവർ ഈ സമരം നമ്മൾ ഇടയ്ക്കൊന്ന് പറയേണ്ടതാണ്, സമരം നടത്തുന്നത് ലോക് ഭവന് മുന്നിലാണ് നടത്തേണ്ടത്. പക്ഷെ പിണറായി വിജയൻ ഇപ്പോൾ ഗവർണറുമായിട്ടൊക്കെ എല്ലാം അന്തർധാരയൊക്കെ ആയി അവര് ബായി ഒക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തെ ഇനി മുഷിപ്പിക്കേണ്ട, സജീവമാണ്, ഇനി പിണക്കണ്ട, അതിന് വേണ്ടിയിട്ട് സമരം മാറ്റുന്നത്. സാധാരണ അല്ലെങ്കിൽ ഈ ലോക് ഭവന് മുന്നിൽ, നേരത്തെ രാജ്ഭവൻ, അതിന് മുന്നിലാണ് ഈ CPMന്റെ സമരങ്ങൾ മൊത്തം നടക്കുക. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിനെതിരായിട്ട്. കാരണം കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതിനിധിയാണല്ലോ ഗവർണർ എന്ന് പറയുന്നത്. 2-3 സമരങ്ങളെ അദ്ദേഹം കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ അത് മാറ്റി അതൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അത് പാളയത്താണ് നടന്നത്. ആ സമരത്തില് ഈ പറയുന്ന ജോസ് കെ മാണി പങ്കെടുത്തില്ല. പകരം പാർട്ടിയുടെ പ്രതിനിധികളായിട്ടുള്ള MLA-മാരും റോഷി അഗസ്റ്റിൻ മന്ത്രിയും ഒക്കെ തന്നെ പങ്കെടുത്തു. പക്ഷെ എങ്കിൽ പോലും പാർട്ടിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ ജോസ് കെ മാണിയുടെ അസാന്നിധ്യം അവിടെയും ചർച്ച. കാരണം തുടർച്ചയായിട്ട് ഒരു മുന്നണിയുടെ 2 പ്രധാനപ്പെട്ട 2 പരിപാടികളിൽ, ഒന്ന് മുന്നണി യോഗമാണ്, മറ്റൊന്ന് മുന്നണിയുടെ ഒരു സർക്കാർ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് മുന്നണിയെ ഒന്നും പ്രവർത്തന സജ്ജമാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കേന്ദ്രത്തിനെതിരായിട്ടുള്ള ഒരു നീക്കമാണ്, ഒരു സമരമാണ്. ആ സമരത്തിലും ഈ പറയുന്ന ജോസ് കെ മാണിയുടെ അസാന്നിധ്യം, അദ്ദേഹം അതിന് ഒരു ന്യായീകരണം ഇന്നലെ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു, വിദേശത്താണ്, അതുകൊണ്ടാണ് പങ്കെടുക്കാൻ കഴിയാത്തത് എന്നൊക്കെയുണ്ട്. അത് സാങ്കേതികമായിട്ട് ആ വാദങ്ങളൊക്കെ അംഗീകരിക്കാമെങ്കിൽ പോലും ഈ 2 അസാന്നിധ്യം അത് കൂടുതൽ ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ മുന്നണി മാറ്റ ചർച്ചകളെ കൂടുതൽ സജീവമാക്കി നിർത്തി. ഇന്ന് നമ്മൾ ഇപ്പോൾ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ചാനലുകളിലും രാവിലെ മുതൽ തന്നെ ചർച്ച ചെയ്താണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ, റോഷി അഗസ്റ്റിന്റെ പ്രതികരണം വരുന്നു, അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യേണ്ടി വരുന്നു, അതുപോലെ തന്നെ റാന്നി MLA പ്രദീപ് നാരായണനെ പോസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. അതേസമയം തന്നെ മറ്റു 3 MLA-മാരെ ഒന്നും മിണ്ടാതെ പ്രതികരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം വരുന്നത്. ഏറ്റവും ഒടുവിൽ ജോസ് കെ മാണിയുടെ എന്നും തൊടാതെയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റും വരുന്നുണ്ട്. അദ്ദേഹം
പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന വാർത്തകളൊക്കെ തന്നെ പാർട്ടിയുമായിട്ട് ബന്ധമില്ല, അല്ല അതിനെ തള്ളിക്കളയൊന്നുമില്ല. അദ്ദേഹം പാർട്ടിയുമായിട്ട് ബന്ധമില്ലാത്ത വാർത്തകളാണ്. ഞങ്ങൾ കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. എങ്ങോട്ടാണ് മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളതാണ് ചോദ്യം. അത് അവശേഷിക്കുന്നുണ്ട് ആ ചോദ്യം. ഇനിയിപ്പോൾ പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം 16-ാം തീയതിയാണ് നടക്കുന്നു. അപ്പോൾ എന്തായാലും ഈ വരുന്ന വാർത്തകൾ അങ്ങനെ നമുക്ക് തള്ളിക്കളയേണ്ട സാഹചര്യം നിലവിലില്ല. പുറത്തുവരുന്ന വാർത്തകൾ സത്യമാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ, ഒപ്പം തന്നെ UDF-ന്റെ സമുന്നത നേതാവ് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവര് ജോസ് കെ മാണിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സോണിയാഗാന്ധി ജോസ് കെ മാണിയുമായിട്ട് ഫോണിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ അത് ലോജിക്കലി അത് ശരിയുമല്ല. കാരണം സോണിയാഗാന്ധി ആശുപത്രിയിലായിരുന്നു, സുഖമില്ലാണ്ട്. അവര് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി വന്നിട്ട് 2 ദിവസമേ ആകുന്നുള്ളൂ. അതിനിടയ്ക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും ഹൈക്കമാൻഡിൽ നിന്നുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ തന്നെ കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളൊക്കെ തന്നെ വലിയ രീതിയിൽ ഇവരെ തിരികെ കൊണ്ടുവരേണ്ട ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ആവശ്യകത ഊന്നി പറയുന്നുണ്ട്. മാത്രമല്ല കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ശേഷം അവരുടെ ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇനിയും LDF-നൊപ്പം നിന്ന് മുന്നോട്ട് പോയാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്നൊരു വിലയിരുത്തൽ ജോസ് കെ മാണിക്കുണ്ട്. കഴിഞ്ഞ തവണ 12 സീറ്റുകൾ മാണി വിഭാഗത്തിന് കൊടുത്തു. പക്ഷെ 5 എണ്ണത്തിൽ മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. ജോസ് കെ മാണിയെ പോലെ ഒരു നേതാവ് അവരുടെ കേരള കോൺഗ്രസിന്റെ തട്ടകമായ കേരള കോൺഗ്രസിന്റെ തലസ്ഥാനം എന്ന് പറയാവുന്ന പാലയില് 50 വർഷത്തിലധികം അദ്ദേഹത്തിന്റെ പിതാവ് KM മാണി കൈയടക്കി വെച്ചിരുന്ന മണ്ഡലത്തില് തോറ്റു എന്ന് മാത്രമല്ല ദയനീയമായിട്ട് തോൽക്കുകയായിരുന്നു. 14,000-ലധികം അത് നോക്കണം. അത് LDF-ന്റെ തരംഗം തുടർഭരണം കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ്. അത് LDF-ന്റെ തരംഗം ആഞ്ഞു വീശിയ ഒരു തെരഞ്ഞെടുപ്പാണ്. അവിടെ പാല പോലെ ഒരു തട്ടകത്തില് ജോസ് കെ മാണിക്ക് കാലിടറുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ ഇപ്പോഴും അദ്ദേഹത്തിന് ഇനിയും ആ പാലയിൽ മത്സരിക്കാനും അവിടെ ഒരു ജനപ്രതിയാകാനുമുള്ള ആഗ്രഹം അദ്ദേഹം അടുത്തിടയ്ക്കും പറഞ്ഞാണ്. തന്റെ തറവാടാണ് പാല എന്നൊക്കെയാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്. ആ തറവാട് കാലുകുത്താൻ പറ്റുമോ എന്നുള്ളൊരു സംശയം. LDF-ൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ എങ്ങനെ ആ തറവാട്ടിലേക്ക് ഇത് മടങ്ങി പോകാൻ പറ്റുമോ എന്നുള്ള സംശയം അദ്ദേഹത്തിന് തന്നെ ഉരുത്തിരിഞ്ഞ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ ചർച്ചകളെയും ഒക്കെ തന്നെ വാർത്തകളെയും ഒക്കെ തന്നെ കാണേണ്ടത്. അവരുടെ LDF-ൽ ഉള്ള നിലനിൽപ്പ് അത് അവർക്കധികം പറ്റാത്തൊരു കാര്യമാണ്. മുന്നണിയിൽ കൂടുതൽ അവർക്ക് തിരിച്ചടി ഉണ്ടായാണ്. കാരണം ഇപ്പോൾ തന്നെ അറിയാവുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം UDF-ന് അനുകൂലമായിട്ടുള്ളൊരു പ്രോ UDF തരംഗം കേരളത്തിലേക്ക് എമ്പാടും വന്നിരിക്കുന്നത്. അതിന്റെ ഒരു ഇതാണ് ഐഷപ്പറ്റി പോലെയുള്ള സമുന്നതരായ നേതാക്കളെ പാർട്ടിയിലേക്ക് വരുന്നത്. അപ്പൊ തന്നെ അതൊരു തുടക്കം മാത്രമാണ്. കൂടുതൽ നേതാക്കള് CPM-ന്റെ സമുന്നതരായ നേതാക്കൾ ഇടതുപക്ഷത്തിന്റെ സഹായത്തിൽ ഉൾപ്പെടെയുള്ളവര് കോൺഗ്രസിന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരാനിരിക്കുകയാണല്ലോ. ഈ ഒരു മാസം അടുത്ത ആഴ്ചയോളം ഈ മാസം ലാസ്റ്റോടുകൂടി ആദ്യഘട്ട ഒരു ഇതുണ്ടാവും, ലിസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനു മുൻപ് തന്നെ ഇത്തരം ധാരാളം പേര് വരാം. അതിനകത്തൊക്കെ സർപ്രൈസിങ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഉണ്ടാകാം. അത് നേരത്തെ പറഞ്ഞതാണ്. അവർ വിജയ സാധ്യതകൾ മാത്രമാണ് മാനദണ്ഡം. അപ്പം ഇത്തരത്തിലുള്ള കൂടുതൽ നേതാക്കള് ജനകീയരായിട്ടുള്ള നേതാക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും മാണി വിഭാഗത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ജോസ് കെ മാണിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അവിടെ മടുത്തു കഴിഞ്ഞിരിക്കുന്നു. LDF-ൽ അദ്ദേഹത്തിന് മടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതിനൊരു കാരണം കിട്ടണം ഇനിയിപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്നും മടങ്ങി വരാനായിട്ട് കാരണം കിട്ടണം. അതിനുവേണ്ടി അദ്ദേഹം ഇങ്ങനെ കാത്തിരിക്കണം. ആദ്യം മനസ്സിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. ചില നേതാക്കളൊക്കെ തന്നെ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ റോഷി അഗസ്റ്റിനെ പോലെ, പ്രമോദ് നാരായണനെ പോലെയുള്ളവരൊക്കെ തന്നെ ചില എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും റോഷി അഗസ്റ്റിനൊക്കെ ജോസ് കെ മാണിയുടെ അടുത്ത ആളാണ്. വലിയ ആത്മബന്ധമുള്ളതാണ്. നമുക്കറിയാം റോഷി അഗസ്റ്റിനെ KM മാണിയുടെ മാനസപുത്രൻ എന്നാണ് അറിയപ്പെടുന്നത്, വിളിച്ചിരുന്നത്. അപ്പോൾ ആ രീതിയിൽ വലിയ ബന്ധം കുടുംബപരമായിട്ടൊക്കെ തന്നെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് റോഷി അഗസ്റ്റിനെ അനുനയിപ്പിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം കോൺഗ്രസിനും ഈ പറയുന്ന ജോസ് കെ മാണിക്കും ഒക്കെ തന്നെ ഉണ്ട്. അങ്ങനെയെങ്കിൽ പാർട്ടി പിളരാതെ തന്നെ ഒറ്റക്കെട്ടായിട്ട് തന്നെ UDF-ലേക്ക് മടങ്ങി അതിനെപ്പോഴത് എന്നുള്ള കാര്യം മാത്രമല്ല. എന്തായാലും അതിന്റെ ഒരു ചർച്ചകളും ഒക്കെ നടന്ന് അന്തിമ ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റ് ചില ഡിമാൻഡുകൾ ഉണ്ടല്ലോ. ഒരു പാർട്ടി ഒരു മുന്നണി വിട്ട് മറ്റൊരു മുന്നണിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ചില ആവശ്യങ്ങള്, ഒരു ചർച്ചകള്, ചില ഡിമാൻഡുകളൊക്കെ തന്നെയുണ്ട്. ആ ആവശ്യങ്ങളൊക്കെ തന്നെ അംഗീകരിക്കുക, അവരെ അക്കോമഡേറ്റ് ചെയ്യുക. നിലവിലെ UDF-ന്റെ സംവിധാനം, ആ കെട്ടുറപ്പ് ടീം UDF എന്ന് പറഞ്ഞ രീതിയിലാണ് പോകുന്നത്. എല്ലാവരെയും ഒരേപോലെ പരിഗണിച്ചുകൊണ്ട് വലിയേട്ടൻ മനോഭാവമൊന്നും CPM-നെ പോലെ പിണറായി വിജയനെ പോലെ ഇല്ലാതെ എല്ലാ പാർട്ടികളെയും, ചെറിയ പാർട്ടികളും, ഒരു അംഗമുള്ളതാണെങ്കിലും ഒരു അംഗം പോലും ഇല്ലാത്ത പാർട്ടികളെയാണെങ്കിലും എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോയി ഒരു കുടക്കീഴിൽ ഒറ്റ പാർട്ടി എന്നുള്ള നിലയിൽ UDF എന്ന് പറയുന്ന സംവിധാനം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു ഐക്യത്തിന് കോട്ടം പറ്റാൻ പാടില്ല. ഒരു പാർട്ടി പുതുതായിട്ട് വരുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സീറ്റുകളൊക്കെ തന്നെ
കൊടുക്കുമ്പോൾ അത് മറ്റൊരു വ്യക്തി ഒരു പാർട്ടിയെ ഹർട്ട് ചെയ്യുന്നതാകാൻ പാടില്ല എന്നൊരു ഉറച്ച നിലപാട് കോൺഗ്രസിന് കേരളത്തിലെ UDF സംവിധാനത്തിനുണ്ട്. അപ്പൊ തന്നെ ഹൈക്കമാൻഡും അത്തരം ഒരു നിർദ്ദേശം കൊടുത്തു. കാരണം നിലവിലെ UDF സംവിധാനമാണല്ലോ ഇപ്പോൾ വലിയൊരു വിജയം, മഹത്തായ വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയിരിക്കുന്നത്. അപ്പോൾ അതിനെ ഇളക്കം തട്ടരുത്, അതിനൊരു പോറൽ പോലും ഏൽക്കരുത്. ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ജോസ് കെ മാണിയുടെ മുന്നണി വരുന്നില്ലെങ്കിൽ UDFന്റെ പ്രവേശനം അത് അത്ര അസാധ്യമായ കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ചും LDF ഒരു തോൽവിയിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ അവര് തോൽവി ഉറപ്പിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുകയാണ്. UDF തരംഗമാണ്. ഇപ്പൊ നമുക്കറിയാമല്ലോ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ 3 വാർഡുകളിലെ ഇലക്ഷൻ മാറ്റിവെച്ചിരുന്നു. ഇന്നലെയാണ് ഇലക്ഷൻ നടന്നത്. അന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു വാർഡിലാണ്, പിന്നെ എറണാകുളത്ത് ജില്ലാ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിലും, പിന്നെ മലപ്പുറത്തും. അതിൽ 2ഇടത്തും UDF ആണ് വിജയിച്ചത്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിലെ വിജയമാണ്. 83 വോട്ടിന്റെ ഭൂരിപക്ഷത്തില് CPM കഴിഞ്ഞ 10 വർഷമായിട്ട് കൈയടക്കി വെച്ചിരിക്കുന്ന വാർഡിലാണ്. അപ്പോൾ ആ ഒരു ഭരണവിരുദ്ധ വികാരം ഇപ്പോഴും അലയടിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ സംസ്ഥാനത്തെമ്പാടും CPM-നെതിരായ LDF-നെതിരായ വികാരം ഇങ്ങനെ ആളിക്കത്തി ഇങ്ങനെ നിൽക്കുകയാണ്. അത് ജനങ്ങൾക്കൊന്ന് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം ഒന്നുകൂടി കിട്ടണം. അത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്, അതിലേക്കുള്ള പോക്ക്. അപ്പോൾ ആ രീതിയിൽ LDF-ൽ നിന്നും കൂടുതൽ കക്ഷികൾ മറുകണ്ഠം ചാടിയവരെ നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല. നേതാക്കളും ഒക്കെ തന്നെ ആ ഒരു തോൽവിയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട്, ആ ഒരു ദുരന്തം മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ എന്താ പറയുക, മുങ്ങാൻ പോകുന്ന കപ്പലിൽ നിന്നും ചാടി രക്ഷപ്പെടുക എന്ന് പറയുമല്ലോ. ആടി ഉലകയില്ല സാർ എന്നൊക്കെ പണ്ട്, കപ്പൽ മുങ്ങില്ല സാർ, ഈ കപ്പൽ ആടി ഉലകയില്ല സാർ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഏതാണ്ട് ആടി ഉലഞ്ഞത് മുങ്ങി താഴാറായിരിക്കുന്നു. അതിനിടയ്ക്ക് പലരും രക്ഷപ്പെടാൻ ആഗ്രഹമുള്ളവരൊക്കെ തന്നെ രക്ഷപ്പെടും. അതിന്റെ ഒരു തുടക്കമാണ് ഈ മാണി വിഭാഗത്തിന്റെ മുന്നണി മാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകളും ഒക്കെ തന്നെ. എന്തായാലും UDF-നെ സംബന്ധിച്ച് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് നേരിടാൻ ഉതകുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. LDF-നെ വലിയ രീതിയിൽ ബാധിക്കും. ജോസ് കെ മാണിക്കും കൂട്ടർക്കും താമസിയാതെ തന്നെ അത് വാർത്ത ഉടനെ തന്നെ ഉണ്ടാകും. അത് പ്രഖ്യാപന വാർത്ത ഉടനെ തന്നെ ഉണ്ടാകും. അതിന്റെ ഒരു തീരുമാനം അന്തിമമായി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു അവസാന നടപടിക്രമങ്ങൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.